കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും അനീതിക്കുമെതിരെ വാർഡ് മെമ്പറുടെ ഒറ്റയാൾ സമരം. 4-ാം വാർഡ് മെമ്പർ സന്ധ്യ ജയനാണ് പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ സമരം നടത്തുന്നത്. കാഞ്ചാർ പഞ്ചായത്തിലെ അഴിമതിയും അനീതിയും പൊതുജനം തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് 4-ാം വാർഡ് മെമ്പർ സന്ധ്യ ജയൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നു. സമരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിയിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നത, ആ ഭിന്നതയുടെ പേരിൽ ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ പോലും വകവെക്കാതെ പോകുന്ന ഒരു സാഹചര്യം നിലവിൽ കാഞ്ചാർ പഞ്ചായത്തിൽ വന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ പാസാക്കുന്ന തീരുമാനങ്ങളുടെ പകർപ്പും അവ പാസാക്കുന്ന മുറയ്ക്ക് 48 മണിക്കൂറിനുള്ളിൽ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങൾക്കും സെക്രട്ടറി നൽകേണ്ടതാണ്. എന്നാൽ അപേക്ഷ വെച്ചിട്ട് കൂടി അധികൃതർ ഇതിന് തയ്യാറാകുന്നില്ല. 1995 കേരള പഞ്ചായത്ത് രാജ് ചട്ടം റൂളുകൾ പ്രകാരം ജനപ്രതിനിധികളുടെ അവകാശ ലംഘനമാണിത്. പഞ്ചായത്ത് യോഗ തീരുമാനത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം ഇതോടെ തടസ്സപ്പെടുന്നു. തകർന്ന റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർഡ് മെമ്പറും പ്രദേശവാസികളും പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ 30,000 രൂപ വീതം എല്ലാ വാർഡുകളിലേക്ക് നീക്കിവെക്കാൻ ഭരണസമിതിയിൽ തീരുമാനമുണ്ടാകുന്നു. എന്നാൽ തുടർ നടപടിക്കായി സെക്രട്ടറിയോട് ആവശ്യപ്പെടുമ്പോൾ ഈ ഫണ്ട് മാറ്റിയെന്നാണ് മറുപടി ലഭിക്കുന്നത്. ഇതോടെ ജനപ്രതിനിധികളുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമാകുന്നു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും ഈ നിലപാട് പഞ്ചായത്ത് രാജ് ചട്ടപ്രകാരം ജനപ്രതിനിധികളുടെ അവകാശ ലംഘനയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഇതിന് മാറ്റം വരണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം കാഞ്ചാർ പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് പണികഴിപ്പിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്യോഗസ്ഥർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ മാറ്റിമറിച്ചതായും ആക്ഷേപമുണ്ട്. മണിക്കൂറിനകം ജനപ്രതിനിധികൾക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇത്തരം രേഖകളുടെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കുള്ളതാണ്. പക്ഷേ നാളിതുവരെ ഇത്തരം രേഖകൾ, മിനിറ്റ്സിൻ്റെ പകർപ്പുകൾ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും ലഭിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാവിയ പള്ളിപ്പറമ്പിൽ, സിബി പുലിക്കുന്നേൽ, ജോമോൻ തെക്കൽ, ഷാജി വേലമ്പറമ്പിൽ, മനോജ് പൂവത്തോലിൽ, സ്നേഹത്തണൽ ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. മുന്നറിയിപ്പായി തുടങ്ങിയ സമരം വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുത്തുമെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.